ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുമ്പോൾ കണക്കിൽ തരക്കേടില്ലാതെ മാർക്ക് വാങ്ങിയിരുന്നു. നല്ല മാർക്ക് വാങ്ങിയിരുന്നു എന്ന് തന്നെ പറയാം. പിന്നീട് 7, 8, 9, 10 എന്നുള്ള ക്ലാസ്സുകളിൽ പതിയെ പതിയെ ഞാൻ കണക്കിനെ വെറുക്കാൻ തുടങ്ങി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി എനിക്ക് പറയുവാനുള്ളത്, 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നെ കണക്ക് പഠിപ്പിക്കാൻ വന്ന ഒരു മാഷ്, അദ്ദേഹം വളരെയധികം ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുപാട് പനിഷ്മെൻറ്റ് ചെയ്യുമായിരുന്നു. കണക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കർക്കശക്കാരനായിരുന്നു. അദ്ദേഹം എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും, ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കും, ബോർഡിൽ ഉത്തരങ്ങൾ എഴുതാൻ പറയും, കണക്ക് കൂട്ടി എഴുതുവാൻ പറയും, ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുവാൻ പറയും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമ്പോൾ ഈ ഹോംവർക്ക് ചെയ്യാത്തവർക്ക്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തവർക്ക് ഇദ്ദേഹത്തിൻ്റെ വക തരക്കേടില്ലാത്ത പനിഷ്മെൻറ്റ് ലഭിക്കുമായിരുന്നു. നല്ല ചുട്ടപിള, അതായത് ഈ വടി കൊണ്ടുള്ള അടി ധാരാളം ലഭിക്കുമായിരുന്നു. അത് കണ്ട് ഞങ്ങളിൽ പലർക്കും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോകുന്നത് തന്നെ പേടിയായി തുടങ്ങി. ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട് എന്ന് ധൈര്യമായി പറയുന്നതിന് പകരം ഇദ്ദേഹം അതിലെന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുമോ, ഞാൻ എഴുതിയ വഴി തെറ്റാണോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ പോകാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ഞാൻ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ അതിന് പനിഷ്മെൻറ്റ് സ്വീകരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടി വരാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പതിയെ ഇദ്ദേഹം എന്ന മാധ്യമം, ഈ കണക്ക് മാഷ് എന്ന് പറഞ്ഞ ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ കണക്കിനെ തന്നെ വെറുക്കാൻ തുടങ്ങി. ആ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം കണക്കിനോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള അവസ്ഥ. എനിക്ക് മാത്രമല്ല, ഒരുപാട് കുട്ടികൾ ഇതേ അവസ്ഥ അനുഭവിച്ചു വരുന്നവരാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്, അവിടെ ഞാൻ പഠിച്ച പാഠം പിന്നീട് എനിക്കത് തിരിച്ചു വരാൻ സാധിച്ചില്ല. കാരണം പിന്നീട് ഞാൻ കണക്ക് സ്വീകരിച്ചിട്ടില്ല. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് അത്രയധികം ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ കണക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമുള്ളത്. ആരാണ് പഠിപ്പിക്കുന്നത് എന്നല്ല, മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ കാരണക്കാരായേക്കാം. പക്ഷേ ആ ഇൻഫ്ലുവൻസിനെ കൃത്യമായി മനസ്സിലാക്കി, ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല, പക്ഷേ ഈ ഭാഗത്തു നിന്നും ഞാൻ എന്ത് പാഠമാണോ പഠിക്കുന്നത് അതാണ് എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത്. അതുകൊണ്ട് ആ വ്യക്തിയെ എനിക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. താൽക്കാലികമായി ആ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരും, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും, അല്ലെങ്കിൽ ആ ജീവിതത്തിൽ നിന്നും അദ്ദേഹം തനിയെ മാഞ്ഞു പോകും, ഇല്ലാതാവും എന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇത് തന്നെയാണ് മറ്റ് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുള്ളത്. ഏതൊരു കാര്യവും, ഏതൊരു വ്യക്തിയും, ഏതൊരു സാഹചര്യവും നിരന്തരമല്ല. ഏതൊരു സാഹചര്യവും കണ്ടിന്യൂസ് ആയി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തികളെയും സാഹചര്യത്തെയും എല്ലാം വന്നത് വന്നു, അത് തീർച്ചയായും ഒരു ദിവസം നമ്മെ വിട്ടു പോകും, നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും എന്നുള്ള കൃത്യമായ പാഠം നമ്മൾ പഠിക്കണം. ആ പാഠം എപ്പോഴും മനസ്സിലുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ജീവിതത്തെ മനസ്സിലാക്കുവാനും, ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, എനിക്കായി പുതിയൊരു ജീവിതം നാളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ.